നമസ്കാരം, ടാക്ടിക്സിലേക്ക് സ്വാഗതം. എൻ്റെ കൂടെ അനൂപ് ഷൺമുഖം, ജയേഷ് പൂക്കോട്ടൂർ. ഇന്ത്യ വേഴ്സസ് നെതർലാൻഡ്സ് മത്സരം അടുത്ത മത്സരമായി നാളെ നടക്കാനിരിക്കുകയാണ്. ഇതിനു മുമ്പുള്ള മത്സരങ്ങളൊക്കെയും ഇന്ത്യ ജയിച്ചുകൊണ്ട് ആധികാരികമായി തന്നെ ഇതിൻ്റെ സൂപ്പർ 12ലേക്ക് എത്തിയിരിക്കുകയാണ്, സൂപ്പർ 8ലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യ വേഴ്സസ് നെതർലാൻഡ്സ് മത്സരം എന്താണ് സാധ്യതകൾ? സാധ്യതകളെക്കുറിച്ച് നമ്മൾ ആശങ്കപ്പെടേണ്ട യാതൊരു കാര്യമില്ല. പ്രത്യേകിച്ച് നെതർലാൻഡ്സ് ഒരു വെല്ലുവിളി എത്രത്തോളം ഉയർത്തും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അത്തരത്തിൽ ആശങ്കപ്പെടേണ്ട യാതൊരു കാര്യമില്ല. ചരിത്രം പരിശോധിക്കുകയാണെങ്കിലും അത്തരത്തിൽ ഒരു വെല്ലുവിളിയും ഇന്ത്യക്ക് ഉയർത്തിയിട്ടുള്ള ഒരു ടീമല്ല നെതർലാൻഡ്സിനെ സംബന്ധിച്ച്. ഇന്ത്യ ഒടുവിൽ കളിച്ചത് 2022 T20 ലോകകപ്പിൽ കളിച്ചിട്ടുണ്ട്. അന്ന് ഇന്ത്യ 56 റൺസിനോ മറ്റോ ജയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ആധികാരികമായിട്ടുള്ള ജയമാണ് നമ്മൾ കളിച്ചിട്ടുള്ളത്. അപ്പം പിന്നെ മത്സരത്തെ സംബന്ധിച്ച് പറയാം, മത്സരത്തിൻ്റെ ഫലവും ഒരു പ്രസക്തമായിട്ടുള്ളൊരു കാര്യമല്ല. ഇന്ത്യ ഓൾറെഡി ക്വാളിഫൈ ചെയ്തിരിക്കുന്നു. നെതർലാൻഡ്സ് സംബന്ധിച്ച് കുറച്ചുകൂടി സാധ്യതകൾ നിലനിർത്താൻ ഈ വിജയം അനിവാര്യമാണെന്ന് തോന്നുന്നു. ആ ഗ്രൂപ്പിൻ്റെ ഘടനയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും. പക്ഷേ നെതർലാൻഡ്സ് ആത്മവിശ്വാസം അർപ്പിക്കുന്നത് ഏതാണ്ട് കഴിഞ്ഞ നേരത്തെ പറഞ്ഞ 2022 കളിയിൽ കളിച്ച 6 കളിക്കാർ ഈ ടീമിലും ഉണ്ട്, അവരുടെ ക്യാപ്റ്റനടക്കം. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഒരു പരിചയസമ്പത്ത്. പിന്നെ നെതർലാൻഡ്സ് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പാകിസ്ഥാനെതിരെ കാട്ടിയ ആ ഒരു വെല്ലുവിളി അവരുടെ ഒരു ഘട്ടത്തിൽ വിജയിക്കുമെന്നുള്ള തോന്നിപ്പിച്ചൊരു ഘട്ടമുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ആത്മവിശ്വാസം നൽകുന്നൊരു ഘടകം. പിന്നെ ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യക്ക് സ്വന്തം തട്ടകം കൂടിയാണ്. അതുകൊണ്ട് നാളത്തെ മത്സരം ഒരു വെല്ലുവിളിയാകില്ല. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് നാളത്തെ മത്സരം മറ്റൊരു കാര്യത്തിലേക്കാണ് നമ്മൾ വിരൽ ചൂണ്ടുന്നത്. അതായത് ഇന്ത്യയുടെ നമ്മൾ ടൂർണമെൻറ്റ് തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞത് ടീമിൽ പോകെ അഴിച്ചുപണിക്കുള്ള സാധ്യതയുണ്ടോ. പക്ഷേ ആ ഒരു അഴിച്ചുപണിയുടെ ആവശ്യകതയിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം ശരിക്കും പറഞ്ഞാൽ എത്തിയിട്ടുണ്ട്. കാരണം അഭിഷേക് ശർമ്മ തുടർച്ചയായിട്ട് പരാജയപ്പെടുന്നു, റൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നില്ല അദ്ദേഹത്തിന്. ആ ഘട്ടത്തിൽ സഞ്ജുവിന് ഒരു പരിശീലനം, ഒരു അവസരം കൂടി കൊടുക്കുമോ എന്നുള്ളതാണ് നാളത്തെ മത്സരത്തിൽ എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ആകാംക്ഷ എന്ന് പറയുന്നത്. അല്ലാതെ മത്സരഫലത്തെക്കുറിച്ചോ സാധ്യതകളെക്കുറിച്ചോ നമ്മൾ ആലോചിച്ചിട്ട് തലമുണ്ടാക്കിയിട്ടൊരു കാര്യമില്ല പ്രത്യേകിച്ച്. ഓക്കെ ജയേഷ്, ഇപ്പം അനു പറഞ്ഞതുപോലെ പിന്നെ ഒരു ടീമിലൊരു മാറ്റത്തിന് സാധ്യതയുണ്ടോ? കാരണം സഞ്ജു സാംസൺ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ടോ? അഭിഷേക് ശർമ്മയുടെ ഫോം ഔട്ട് ഇന്ത്യക്കൊരു പിന്നെ തലവേദനയായിട്ട് മാറുമോ? എന്താണ് നാളത്തെ ടീം എങ്ങനെയായിരിക്കും ഇന്ത്യ? അതായത് ഫോം ഔട്ടിൻ്റെ പേരിൽ അഭിഷേകിനെ മാറ്റില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ ശേഷിക്കുന്ന നാളെ നടക്കുന്ന മത്സരത്തിൽ അഭിഷേക് ഡക്കായാലും സൂപ്പർ 8 നിർണായക മത്സരത്തിൽ അഭിഷേകിനെ ഇറക്കും. കാരണം അത് അഭിഷേക് ഈ ചെറിയ കാലയളവ് കൊണ്ട് ഉണ്ടാക്കിയെടുത്തൊരു ട്രസ്റ്റുണ്ട്. ഇപ്പോൾ ഒരു കഴിഞ്ഞൊരു 4 മത്സരത്തിലെ ഡക്കിൻ്റെ പേരിൽ അദ്ദേഹത്തെ ആ രീതിയിൽ വിമർശിക്കേണ്ടതില്ല. ഇപ്പോൾ നമുക്കറിയാം ICC T20 റാങ്കിങ്ങിൽ ഇപ്പോഴും 1ാം സ്ഥാനത്താണ് അദ്ദേഹം ഉള്ളത്. എല്ലാ ആഴ്ചയും റാങ്കിങ് വരുന്നുണ്ട്. നമ്മൾ വലിയ രീതിയിൽ കണക്കുകളൊക്കെ പറയുന്നുണ്ട്. കഴിഞ്ഞ 7 T20യിൽ 4 തവണയും 0-ന് പുറത്തായിട്ടുണ്ട്. ആ രീതിയിലൊക്കെ കണക്കുകൾ വരുന്നുണ്ട്. പക്ഷേ എന്നിട്ടും അദ്ദേഹത്തിൻ്റെ 1ാം സ്ഥാനത്തിൻ്റെ ഒരു ഇളക്കവുമില്ല. വീക്കിലി പ്രസിദ്ധീകരിക്കുന്ന പട്ടികയായിട്ട് പോലും. അത് അഭിഷേക് ഉണ്ടാക്കി വെച്ച ഒരു ലെഗസിയാണ്. 2ാം സ്ഥാനക്കാരുമായിട്ട് വളരെയേറെ പോയിന്റിൻ്റെ വ്യത്യാസത്തിലാണ് അഭിഷേക് 1ാം സ്ഥാനം കൈയടക്കി വെച്ചിരിക്കുന്നത്. അഭിഷേകിന് ഫോമിലേക്ക് എത്താൻ ഒറ്റ മത്സരം മതി. അപ്പോൾ അതിന് മാനേജ്മെൻറ്റ് അഭിഷേകിന് പൂർണ്ണ പിന്തുണയാണ്, പൂർണ്ണ ലൈസൻസാണ് നൽകിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഒരു 1-2 മത്സര പരാജയത്തിന് പുറത്ത് അഭിഷേകിനെ മാറ്റുന്ന 6 മത്സരങ്ങളിൽ 4 ഡെക്കാണ്. പക്ഷെ അദ്ദേഹം തിരിച്ചു വരും. അദ്ദേഹം ഇന്ത്യയുടെ അഭിഷേകിനുള്ള ഒരു പ്രിവിലേജാണ് അത് ശരിക്കും പറഞ്ഞാൽ. നാളത്തെ മത്സരം എന്ന് പറഞ്ഞാൽ നാളത്തെ മത്സരത്തിലെ കാര്യമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതായത് നാളെ തൽക്കാലം വേണമെങ്കിൽ മാറ്റി നിർത്താൻ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട് എന്നുള്ളത്. അതായത് വിശ്രമം അനുവദിക്കാമെന്നുള്ളൊരു ഓപ്ഷൻ അവിടെ ഉണ്ട്. അഭിഷേകിൽ അതല്ല, ഈ സമയത്ത് അതിൽ വേറെ സംഭവം. അഭിഷേകിന് ഇപ്പോൾ വിശ്രമം അനുവദിച്ച് കഴിഞ്ഞാൽ അഭിഷേകിന് കോൺഫിഡൻസ് തിരിച്ചു പിടിക്കാനുള്ള മത്സരങ്ങളും ഒന്നായിട്ടാണ് ഈ മത്സരത്തെ കാണേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് കളി നടക്കുന്ന അഹമ്മദാബാദിലാണ്. ബാറ്റിങ്ങിനെ അകമഴിഞ്ഞ് പിന്തുണയ്ക്കുന്ന പിച്ചാണ്. കഴിഞ്ഞ 5 T20യിൽ 4ലും അവിടെ 210-ന് മുകളിൽ സ്കോർ വന്നിട്ടുള്ള പിച്ചാണ് നൈറ്റ് മത്സരങ്ങളിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും അഭിഷേകിന് കുറേ കൂടി പ്രിയപ്പെട്ട പിച്ച് കൂടിയാണ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലെ പിച്ച്. അപ്പോൾ അഭിഷേകിന് നാളെ കൂടി അവസരം നൽകിയിട്ട് അഭിഷേകിനായ കോൺഫിഡൻസ് വീണ്ടും എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് 5 ദിവസത്തിനകം തന്നെ ഇന്ത്യയുടെ സൂപ്പർ 8 മത്സരങ്ങൾ നടക്കുകയാണ്. അത് ആദ്യ മത്സരം സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയാണ്. അത് നടക്കുന്നത് ഇതേ പിച്ചിലാണ്, നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലെ പിച്ചിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നാളത്തെ ഒരു നല്ലൊരു ഇത് വന്നു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്നതെല്ലാം ക്രൂഷ്യൽ. നമുക്കറിയാം, അപ്പോൾ സൗത്ത് ആഫ്രിക്കയുണ്ട്, അതുപോലെ വെസ്റ്റ് ഇൻഡീസുണ്ട്, സിംബാബ്വെ അല്ലെങ്കിൽ ഓസ്ട്രേലിയ എന്നായിരിക്കും ഇന്ത്യയുടെ ഒരു ആ ഗ്രൂപ്പിലുണ്ടാകുന്ന ടീമുകൾ. 3 മത്സരങ്ങളും നിർണായകം തന്നെയാണ്. 2 മത്സരത്തിൽ എന്തായാലും വിജയിക്കണം. സ്വാഭാവികമായിട്ടും സൗത്ത് ആഫ്രിക്കയെ പോലെ മികച്ച ബൗളിംഗ് യൂണിറ്റുള്ള ടീമിനെതിരെ അഭിഷേക് ശർമ്മയെ പോലെയുള്ള ഒരാൾ ഫോമിലേക്ക് എത്തി ടോപ്പ് പീക്കിൽ കളിക്കുക എന്നുള്ളത് ഇന്ത്യയുടെ കൂടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നാളെ അഭിഷേകിനൊരു വിശ്രമം എന്തായാലും അനുവദിക്കുമെന്ന് തോന്നുന്നില്ല. ചിലപ്പോൾ തിലകിന് വിശ്രമം വേണമെങ്കിൽ അനുവദിച്ചേക്കാം. കാരണം അദ്ദേഹം ഒരു സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. മാത്രമല്ല അഭിഷേകായാലും തിലകായാലും ഒരു ഇഞ്ചുറി കഴിഞ്ഞിട്ട് വരുന്ന താരങ്ങളാണ്. അഭിഷേക് വൈറൽ അണുബാധയൊക്കെ തുടർന്നുള്ള വിശ്രമത്തിലായിരുന്നു. തിലക് സർജറി തന്നെ കഴിഞ്ഞ് വരുന്നൊരു പ്ലെയറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു റിക്കവറി ടൈമിലൊരു പ്രശ്നങ്ങൾ ഈ താരങ്ങൾക്കുണ്ട്. പ്രത്യേകിച്ച്
അവർ വരുന്നത് ഒരു ബിലാറ്ററൽ സീരീസ് ഒന്നല്ല, ഒരു ലോകകപ്പ് പോലെ സ്വന്തം നാട്ടിലെ ലോകകപ്പ് കളിക്കുന്ന താരങ്ങളാണ്. സ്വാഭാവികമായിട്ട് അതിൻ്റെതായ ചെറിയ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമോ എന്നറിയില്ല. പക്ഷേ ഈ രണ്ട് താരങ്ങളെ മാറ്റുമെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നില്ല. റിങ്കു സിംഗിനെ ചിലപ്പോൾ ഒരു മാറ്റാനുള്ളൊരു ചെറിയ സാധ്യത കാണുന്നുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിൽ മാറ്റുന്ന ഒരു സാധ്യത ഒരു സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് സഞ്ജുവിനെ സൂചിപ്പിക്കാനുള്ളത്, സഞ്ജുവുമായി ഈ നിരാശ കലർന്ന ന്യൂസിലൻഡ് സീരീസിന് ശേഷം നമീബിയക്കെതിരായ ഒരു മത്സരത്തിലാണ് കളിച്ചിട്ടുള്ളത്. അതിൽ അദ്ദേഹം 8 പന്തിൽ 22 റൺസ് എടുത്തു. നല്ല ഫോമിലായിരുന്നു. ഗൗതം ഗംഭീർ ഉൾപ്പെടെ ഡ്രസ്സിംഗ് റൂമിൽ വെച്ചിട്ട് വലിയ രീതിയിൽ സഞ്ജുവിൻ്റെ ഒരു ഇന്ത്യനെ പ്രശംസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ മത്സരത്തിൽ, അതായത് പാകിസ്ഥാനെതിരായ നിർണായക മത്സരത്തിലേക്ക് വന്നപ്പോൾ 2 ചേഞ്ചസ് ആയിരുന്നു നമ്മൾ വരുത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് നമീബിയക്കെതിരെ കളിച്ചിരുന്ന സഞ്ജുവിനെ മാറ്റി അഭിഷേക് തിരിച്ചു വരുന്നു. അദ്ദേഹം ഇതിലായിരുന്നു, അണുബാധയെ തുടർന്ന് വിശ്രമത്തിലായിരുന്നു. അദ്ദേഹം തിരിച്ചു വരുന്നു. ഒപ്പം തന്നെ കുൽദീപ് യാദവ് തിരിച്ചു വരികയാണ്. അതൊരു സ്പിൻ ട്രാക്ക് ആയതുകൊണ്ട് തന്നെയാണ് അർഷ്ദീപിന് പകരം. ഇവിടേക്ക് വരുമ്പോഴും കുൽദീപ് തന്നെയായിരിക്കും കളിക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുക. അപ്പോൾ അത്തരത്തിൽ വലിയൊരു ചേഞ്ചസിന് സാധ്യതയില്ല. ഏതെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ മിഡിൽ ഓർഡറിൽ വാലറ്റത്ത് ഒരു ചേഞ്ചസിനുള്ള സാധ്യതയാണ് സിറാജിനെ ഉൾപ്പെടുത്താനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. നാളത്തെ മത്സരം ഈ പറഞ്ഞ എല്ലാ സാധ്യതകളും പരീക്ഷിക്കാനുള്ള ഒരു അവസാന അവസരമാണ്. മേ ബി ഇഷാൻ കിഷനെ നമുക്ക് പുറത്തിരുത്താം. അതുകൊണ്ട് ഒരുപാട് സാധ്യതകൾ തുറക്കുന്ന മത്സരമാണ് നാളത്തെ എന്ന് പറയാൻ കാര്യം അതാണ്. കാരണം ഈ ടീമിൽ ഏതെങ്കിലും തരത്തിലുള്ള പൊളിച്ചുപണി ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് എക്സ്പോഷർ ആവശ്യമുണ്ടോ, ആ സാധനമെല്ലാം സൂപ്പർ 8 മുമ്പായിട്ട് നിർണായക പരീക്ഷിക്കാനുള്ള അവസരം. പെട്ടെന്ന് ഇപ്പോൾ വേറെ ഏതെങ്കിലും തരത്തിലുള്ള അസുഖമോ പരിക്കോ മറ്റെന്തെങ്കിലും സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഒരു പ്ലെയറെ പെട്ടെന്ന് ഒരു ക്രൂഷ്യൽ മാച്ചിൽ ഇറക്കുന്നത് ഒരു ആത്മഹത്യാപരമായ തീരുമാനം പോലെ ആയിരിക്കും. അപ്പോൾ അതിനു മുമ്പ് ഒരു മത്സര പരിചയം കൂടി റിസർവ് താരങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറെ കൂടി ടീമിന് തന്നെ ആയിരിക്കും ഒന്നുകൂടി നന്നാവാൻ തോന്നുന്നു, ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ 3 മത്സരങ്ങളുടെ വിജയം എന്നുള്ളത് ഇപ്പം ഈ സൂപ്പർ എയ്റ്റിലേക്ക് പോകുന്ന സമയത്ത് ഇന്ത്യക്ക് വെല്ലുവിളി ഉയർത്താൻ സാധ്യതയുള്ളത് വെസ്റ്റ് ഇൻഡീസ്, അതുപോലെ പിന്നെ വെസ്റ്റ് ഇൻഡീസ്, പിന്നെ ഏത് ടീമായിരുന്നു? വെസ്റ്റ് ഇൻഡീസ്, സൗത്ത് ആഫ്രിക്ക, ഓസ്ട്രേലിയ അല്ലെങ്കിൽ സിംബാബ്വെ. അപ്പം ഇതിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള മത്സരം നിർണായകമാവും. അതുപോലെ വെസ്റ്റ് ഇൻഡീസും ഒരു പുതിയ ഊർജ്ജമായിട്ടാണ് വരുന്നത്. കാരണം അവർ പിന്നെ നിക്കോളാസ് പൂരനൊക്കെ പിന്മാറിയ ഒരു സമയത്ത് ഈ വെസ്റ്റ് ഇൻഡീസ് ടീം കുറച്ച് ദുർബലമാണ് എന്ന് കരുതിയ ഒരു സമയമുണ്ടായിരുന്നു. പക്ഷേ അവർ ഈ ലോകകപ്പിലേക്ക് എത്തിയ സമയത്ത് ക്രൂഷ്യലായിട്ടുള്ള മത്സരങ്ങളിൽ വളരെ പിന്നെ ഒരു ടീം എന്ന നിലയിൽ ഒത്തിണക്കം ഉണ്ടാകുന്നു മൊത്തത്തിൽ നോക്കുമ്പോൾ. അതുപോലെ സൗത്ത് ആഫ്രിക്ക കഴിഞ്ഞ മത്സരങ്ങളൊക്കെ ആധികാരികമായിട്ട് ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ 2 ടീമുകൾ ഇന്ത്യക്ക് തീർച്ചയായിട്ടും വെല്ലുവിളി ഉയർത്താൻ സാധ്യതയുണ്ട്. അതുപോലെ പിന്നെ മേ ബി സിംബാബ്വെ തന്നെ ആയിരിക്കാൻ ഈ ഇതിനൊപ്പം 4ാമത്തെ ടീമായിട്ട് സിംബാബ്വെ വരാനാണ് കൂടുതൽ സാധ്യത. ഓസ്ട്രേലിയ നമുക്കറിയാം അഭിനയം മൂത്ത് അവർ ഈ ലോകകപ്പിൽ നിന്നും ഏതാണ്ട് പുറത്താവുന്നൊരു ഘട്ടത്തിലാണ്. കാരണം പിന്നെ ഇങ്ങനെ പുറത്താവുന്നൊരു ടീമായിരിക്കും ഓസ്ട്രേലിയ എന്ന് ആരും കരുതിയിരുന്നില്ല. അപ്പം സ്വാഭാവികമായിട്ടും ഈ 2 ടീമുകൾക്കെതിരെയുള്ള മത്സരങ്ങൾ നിർണായകമാകും. അപ്പോൾ സൂപ്പർ 8-ലെ ഇന്ത്യയുടെ ഒരു പ്രതീക്ഷകൾ എങ്ങനെയായിരിക്കും? ഇന്ത്യക്ക് അനായാസം മുന്നോട്ട് പോകണമെങ്കിൽ നാളത്തെ ഓസ്ട്രേലിയ പുറത്താക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒന്നാമത്തെ കാര്യം. കാരണം 2023 ലോകകപ്പിൽ നമ്മൾ കണ്ടാണ് അഫ്ഗാനിസ്ഥാനോട് തോൽവിയുടെ വക്കിൽ നിന്നും ഗ്ലെൻ മാക്സ്വെല്ലിൻ്റെ ഒരു ഒറ്റയാൾ പ്രകടനത്തിലൂടെ അവർ തിരിച്ചു വരികയും കപ്പ് തന്നെ നേടിക്കൊണ്ട്, ഇത് അഹമ്മദാബാദിൽ കപ്പ് നേടിക്കൊണ്ട് പോയ ചരിത്രമാണ് അവർക്ക്. അതുകൊണ്ട് ഓസ്ട്രേലിയ ഈ ഘട്ടത്തിൽ നമുക്ക് ഒരിക്കലും എഴുതി തള്ളാൻ കഴിയില്ല. പക്ഷേ നമ്മളിപ്പം നമ്മൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സിംബാബ്വെ വേഴ്സസ് അയർലാൻഡ് മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ സമയത്ത് സിംബാബ്വെ അയർലാൻഡിനെ തോൽപ്പിക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയക്ക് പിന്നെ സാധ്യതയില്ല. ഗ്രൂപ്പ് ബിയിൽ ഇപ്പോൾ കിടക്കുന്ന സ്റ്റാൻഡിംഗ് എന്ന് പറയുന്ന ഇപ്രകാരമാണ്. ശ്രീലങ്ക ഓൾറെഡി ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. 3 കളിയിൽ 6 പോയിന്റ് അവർക്കുണ്ട്. രണ്ടാമത് സിംബാബ്വെ 2 കളിയിൽ 4 പോയിന്റുമായിട്ടുണ്ട്. റൺ റേറ്റ് അവർക്ക് മെച്ചമാണ്. 1.9 അവരുടെ റൺ റേറ്റ്. 3ാം സ്ഥാനത്തിൽ ഓസ്ട്രേലിയയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ +0.4 ആണ് അവരുടെ റൺ റേറ്റ് എന്ന് പറയുന്നത്. 3 കളികളിൽ 2 പോയിന്റ് മാത്രമേ ഉള്ളൂ. അയർലൻഡിനും ചെറിയൊരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. ഒമാനാണ് ആ ഗ്രൂപ്പിൽ നിന്നും ഓൾറെഡി പുറത്തായിട്ടുള്ള ഒരു ടീം എന്ന് പറയുന്നത്. ഇനി ഗ്രൂപ്പിലെ സാധ്യതകൾ പറയുകയാണെങ്കിൽ ശ്രീലങ്ക ഓൾറെഡി ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. സിംബാബ്വെ സാധ്യതകൾ എന്ന് പറഞ്ഞാൽ അവർ ക്വാളിഫൈ ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് അയർലൻഡിനെ തോൽപ്പിക്കുകയും സിംബാബ്വെ അയർലൻഡിനെ തോൽപ്പിക്കുകയും അല്ലെങ്കിൽ ശ്രീലങ്കയെ തോൽപ്പിച്ചാലും മതി. സിംബാബ്വെ ഒരു ജയം നേടിക്കഴിഞ്ഞാൽ അവരുടെ സാധ്യതകൾ തുറക്കുകയാണ്. ഓസ്ട്രേലിയക്കാണ് ഇതിൽ ക്രൂഷ്യൽ എന്ന് പറയുന്നത്. അവർക്ക് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ സിംബാബ്വെ അയർലൻഡിനോടും ശ്രീലങ്കയോടും തോൽക്കുകയും വേണം. അത് മാത്രമല്ല ഓസ്ട്രേലിയ ഒമാനെ തോൽപ്പിക്കുകയും വേണം. അത് നടക്കാൻ പോകുന്നൊരു കാര്യമാണ്. പക്ഷേ എങ്കിൽ പോലും റൺ റേറ്റാണ് അവിടെ ഒരു നിർണായക ഘടകമാകാൻ പോകുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അയർലൻഡിനുള്ള സാധ്യത അവിടെ അവശേഷിക്കുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ അയർലൻഡ് ശ്രീലങ്ക സിംബാബ്വെ തോൽപ്പിക്കുകയാണെങ്കിൽ, അയർലൻഡും ശ്രീലങ്കയും സിംബാബ്വെ തോൽപ്പിക്കുകയാണെങ്കിൽ അയർലൻഡിൻ്റെ സാധ്യത അവിടെ തുറക്കുന്നുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയയുടെ സാധ്യത ഇപ്പോഴും അവിടെ അവസാനിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒമാൻ മാത്രമേ പുറത്തായിട്ടുള്ളൂ. ഒമാനാണ് ആ ഗ്രൂപ്പിൽ നിന്ന് പുറത്തായി. പിന്നെ പുറത്തായ ഒരു ടീം എന്ന് പറയുന്നത് നേപ്പാളാണ്. ആ 2 ടീമേ ഇപ്പോഴും ഒഫീഷ്യലി ഈ ലോകകപ്പിൽ നിന്നും പുറത്തായിട്ടുള്ളൂ.
RCB ഫാൻസിന്റെ അടുത്തുള്ള കാൽക്കുലേറ്റർ എടുത്ത് വെച്ച് നോക്കേണ്ടി വരും ശരിക്കും പറഞ്ഞാൽ. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഭയങ്കര രസകരമായിട്ടാണ് ഈ കാൽക്കുലേറ്റർ നോക്കി സംഭവം കപ്പടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളെ സംബന്ധിച്ച് ഈ ലോകകപ്പ് മുന്നോട്ട് വെച്ച ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് മിനോസ് എന്നുള്ള വാക്ക് പ്രസക്തമായി എന്നുള്ളതാണ് ഈ ടൂർണമെൻറ്റ് നൽകുന്ന ഒരു പാഠം എന്ന് പറയുന്നത്. മിനോസ് എന്നുള്ള വാക്കിനപ്പുറത്തേക്ക് അവർ മൾട്ടി ടാലൻറ്റഡ് യങ് ചാമ്പ്യൻസ് എന്നുള്ള രീതിയിലേക്ക് തന്നെ ഒരു വിജയത്തിന് വേണ്ടി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള യങ് ടീമുകൾ എന്ന രീതിയിലേക്ക് നമുക്ക് ലേബൽ ചെയ്യേണ്ടി വരും ഈ ടീമുകളെല്ലാം. കാരണം നമ്മൾ കണ്ടിട്ടുള്ള മത്സരങ്ങളൊക്കെ തന്നെ നോക്കുകയാണെങ്കിൽ ഈ ഓരോ ടീമിൻ്റെ ആദ്യ റൗണ്ട് മത്സരങ്ങൾ എടുക്കാൻ തന്നെ എത്രത്തോളം ആവേശകരമായിട്ടുള്ള മത്സരം. നേപ്പാൾ തന്നെ ഇംഗ്ലണ്ടിനെ അട്ടിമറിയുടെ വക്കിലെത്തിക്കുന്നു. അഫ്ഗാനിസ്ഥാന് 2 സൂപ്പർ ഓവറുകൾ കളിച്ച് ദക്ഷിണാഫ്രിക്കയെ വെല്ലുവിളിക്കുന്നു. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതേ നെതർലാൻഡ്സ്, നാളെ ഇന്ത്യ കളിക്കാൻ പോകുന്ന നെതർലാൻഡ്സ് പാകിസ്ഥാനെതിരെ ഒരു ഘട്ടത്തിൽ വിജയത്തിൻ്റെ അടുത്തായിരുന്നു. പിന്നെ നമ്മൾ പറയാൻ പോകുന്ന വെസ്റ്റ് ഇൻഡീസിൻ്റെ കാര്യമാണ്. വെസ്റ്റ് ഇൻഡീസ് സ്കോട്ട്ലൻഡിനെതിരെ ജയിച്ചെന്ന് പറയുന്നെങ്കിലും സ്കോർ കാർഡ് നോക്കുകയാണെങ്കിൽ ആധികാരിക ജയമാണ്. പക്ഷേ അവരുടെ കളി പുരോഗമിക്കുന്ന ഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ അവർ ധാരാളമായിട്ട് വെല്ലുവിളി നേരിട്ടൊരു ടീമാണ് വെസ്റ്റ് ഇൻഡീസ് വേഴ്സസ് സ്കോട്ട്ലൻഡ് മത്സരം എന്ന് പറയുന്നത്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ മിനോസ് എന്ന് നമ്മൾ വീണ്ടും പറയുന്നില്ല എങ്കിൽ പോലും ചെറിയ ടീമുകളെല്ലാം തന്നെ ആധികാരികമായിട്ട് വിജയം മാത്രം ലക്ഷ്യമിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു ടൂർണമെൻ്റ് എന്ന നിലയ്ക്ക് ഓരോ ഗ്രൂപ്പും ഏറ്റവും ആവേശകരമായി പോവുകയാണ്. അതുകൊണ്ട് ഇപ്പോഴും വലിയ ടീമുകളുടെ സാധ്യത എന്ന് പറയുന്നത് തുലാസിൽ തന്നെ എന്ന് വേണം നമുക്ക് പറയാൻ. രണ്ടാമത്തെ കാര്യം, ഈ ഗ്രൂപ്പിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത്, ഈ ലോകകപ്പിൻ്റെ ഘടന എന്ന് പറയുന്നത് ഇപ്പോൾ സൂപ്പർ 8ലേക്ക് പോകുമ്പോൾ ഗ്രൂപ്പ് A വേഴ്സസ് ഗ്രൂപ്പ് C അങ്ങനെയുള്ളൊരു ഘടനയല്ല. നേരെ മറിച്ച് ഇവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ റാങ്കിങ്ങിൻ്റെ അടിസ്ഥാനത്തിലേക്ക് ടീമുകളെ സ്ഥാനം ചെയ്തിരിക്കുകയാണ്. അതായത് ഗ്രൂപ്പിൽ 1, 2 വന്നു എന്നുള്ളതല്ല, മറിച്ച് 2020 റാങ്കിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് സീഡഡ് ആയിട്ടാണ് 2 സൂപ്പർ 8ലെ ഗ്രൂപ്പുകൾ വരുന്നത്. അപ്പോൾ സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇനി ഏതെങ്കിലും ഒരു സീഡഡ് ടീം, അതായത് റാങ്കിങ്ങിന് മുന്നിലുള്ള, ഇപ്പോൾ പാകിസ്ഥാൻ പുറത്താവുകയാണെങ്കിൽ പാകിസ്ഥാനെ അട്ടിമറിച്ച് വരുന്ന ടീമായിരിക്കും പാകിസ്ഥാൻ്റെ സീഡഡ് ആയിട്ട് ആ സൂപ്പർ 8 അങ്ങനെ നോക്കുകയാണെങ്കിൽ അവിടെയും അട്ടിമറിക്കുള്ള സാധ്യതകൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 2003 കെനിയയും അല്ലെങ്കിൽ 1983 സിംബാബ്വേയും 2007 അയർലൻഡും ഒക്കെ വീണ്ടും ഒരുപക്ഷെ ഈ ടൂർണമെൻറ്റിൽ സംഭവിച്ചേക്കാം. അതുകൊണ്ട് നമുക്ക് ഒരാളുടെയും സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്ന കാര്യം. ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഓസ്ട്രേലിയ ഈ ലോകകപ്പിലേക്ക് വന്നതുപോലും പിന്നെ ചാമ്പ്യന്മാരാവാൻ ഏറ്റവും സാധ്യതയുള്ള ടീം, അല്ലെങ്കിൽ നമ്മൾ തന്നെ മുൻ ടാക്ടിക്സിൽ പ്രഡിക്റ്റ് ചെയ്തപ്പം സെമി ഫൈനലിൽ എത്താൻ സാധ്യതയുള്ള ടീമുകളിലൊന്നും ഓസ്ട്രേലിയ എന്ന രീതിയിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ ലോകകപ്പിന് തൊട്ട് മുമ്പ് അവർ പാകിസ്ഥാനെതിരെയുള്ള പരമ്പര 3-0 പരാജയപ്പെടുന്നു. ആ സമയത്ത് നമുക്കറിയാം നമ്മൾ ആക്ടിങ് ആണ് അല്ല അതിൻ്റെ ഒരു ചരിത്രം അങ്ങനെയാണ്. കാരണം ഓസ്ട്രേലിയ ഈ ഏത് ICC ഇവന്റ് വരുന്നതിന്റെ തൊട്ട് മുമ്പത്തെ പരമ്പരകളും ഇങ്ങനെ അട്ടപ്പാടലം തോറ്റുകൊണ്ടിരിക്കുന്ന ഒരു സമയമുണ്ട്. 2003 ലോകകപ്പിന്റെ സമയം ഉണ്ടായിരുന്നു. എതിരാളികൾക്ക് പ്രതീക്ഷ നൽകുക മുമ്പ് മുതലേ അതൊരു അതെ എല്ലാ അതായത് പിന്നെ ആക്ടിങ് ആണ് എന്ന രീതിയിൽ ഉള്ള ചർച്ചകൾ ആ സമയത്ത് സ്വാഭാവികമായിട്ട് എല്ലാ വർഷങ്ങളിലും ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഓസ്ട്രേലിയ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷ തന്നെയായിരുന്നു. പക്ഷേ ഓസ്ട്രേലിയ ഈ ലോകകപ്പിൽ പിന്നെ എന്താണോ പാകിസ്ഥാനിൽ സംഭവിച്ചത് അതിൻ്റെ ഒരു ആവർത്തനം എന്നുള്ള രീതിയിൽ സിംബാബ്വേയോട് തോക്കുന്നു, പിന്നെ ശ്രീലങ്കയോട് കഴിഞ്ഞ മത്സരം തോക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഓസ്ട്രേലിയ ഇങ്ങനെ തകർന്നിരിക്കുന്ന സമയമാണ്. മാത്രമല്ല അവരുടെ പ്രധാനപ്പെട്ട പല താരങ്ങളും ഇല്ല. ഹാസിൽവുഡും അല്ലെങ്കിൽ കമൻസ് ഒന്നും ഇല്ലാത്തൊരു ലോകകപ്പാണ്. മാറ്റി നിർത്തിയാൽ ഈ തോൽക്കുന്ന ഓസ്ട്രേലിയ ട്രാവിസ് ഹെഡിന്റെ ഓസ്ട്രേലിയയാണ് തോൽക്കുന്നത്, മാക്സ്വെലിന്റെ ഓസ്ട്രേലിയയാണ് തോൽക്കുന്നത്. ടീമിലൊരിക്കലും ടീം ശക്തമായ ടീം തന്നെയാണ്, ഇപ്പോഴും നല്ല ടീം തന്നെയാണ്. പക്ഷേ അവർക്ക് എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന് അമിതമായിട്ടുള്ള ആത്മവിശ്വാസം ഉണ്ടായിട്ടുണ്ടാകും അവരെ സംബന്ധിച്ച് പറയുകയാണ്. അതായത് ബിഗ് ടൂർണമെന്റ്സ് ഈക്വൽ ടു ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഏത് ഘട്ടത്തിൽ അവർ തിരിച്ചു വരുന്നത്, അത്തരം ഒരു ആത്മവിശ്വാസം സ്വാഭാവികമായിട്ട് അവർക്കുണ്ടോ. പിന്നെ മറ്റൊന്ന് കൂടി സ്മിത്തിന് അവർ വിശ്വാസത്തിലെടുത്ത വലിയ കാര്യമുണ്ട്. സ്മിത്തിനുമായിട്ടാണ് ഇത് നടക്കുന്നത്. അത് അത്ര കണ്ട് ബാറ്റർമാരെ അനുകൂലിക്കുന്നതായിരിക്കുന്നില്ല ICC ഉണ്ടാക്കിയ പിച്ച്. ബോളർമാർക്ക് വലിയ മേധാവിത്വം ലഭിച്ചാണ്. ഇന്ത്യയിലും ശ്രീലങ്കയിലും നന്നായിട്ട് കളിച്ച് നല്ല ട്രാക്ക് റെക്കോർഡുള്ള സ്റ്റീവൻ സ്മിത്തിനെ പുരോഗമിച്ച ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് കഴിഞ്ഞ ബിഗ് ബാഷ് ലീഗിൽ ഏറ്റവും നന്നായിട്ട് കളിച്ച സ്റ്റീവൻ സ്മിത്തിനെ തഴഞ്ഞുകൊണ്ടാണ് ഓസ്ട്രേലിയ T20 സീരീസിനുള്ള ടീമിനെ പ്രഖ്യാപിച്ചത്. അവസാനം സ്മിത്തിനെ തിരിച്ചു വിളിക്കേണ്ടി വന്നു. സ്മിത്ത് ഇവിടെ എത്താൻ നേരത്ത് ഓസ്ട്രേലിയ ഒരുമിച്ച് പോകേണ്ട അവസ്ഥ ഉണ്ടാകും എന്നുള്ളതാണ് വലിയ ചോദ്യം എന്ന് പറയുന്നത്. അല്ല, കളിയിൽ ഡീപ്പിലേക്ക് കൊണ്ടുവന്ന ഒരാളുടെ അഭാവം കൃത്യമായിട്ടുണ്ട്. അവർ ഗ്ലെൻ മാക്സ്വെൽ എത്ര കാലമായിട്ട് അദ്ദേഹത്തിന് എടുത്തു പറയാനുള്ള ഈ അഫ്ഗാനെതിരെയുള്ള ആ ഇന്നിങ്സ് അല്ലാതെ ഒറ്റക്കാലം അത് ഇന്നിങ്സ് നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷേ ഏതാണുള്ളത് ഭീകര പരാജയം, വലിയ പൈസക്കാണ് എടുക്കുക. പക്ഷേ ഏതെങ്കിലും ഒരു പിന്നായം പോലെയുള്ള കുറച്ച് ഇന്നിങ്സ്, അതായത് ഗ്ലെൻ മാക്സ്വെൽ ഒരു വെടിതീർന്ന ആളായിട്ട് മാറിയിട്ട് ഒരുപാട് വർഷങ്ങളായി. പിന്നെയും അദ്ദേഹം ഒരു ബിഗ് ഹിറ്റർ എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന് ടീമിൽ അവസരം കിട്ടുന്നത്. ടിം ഡേവിഡിനെ പോലുള്ള കൂറ്റൻ അടിക്കാർ. പക്ഷെ കളിയെ ഒരു എക്സ്പീരിയൻസിൻ്റെ ഒരു അഭാവം അവിടെ ഉണ്ട്. കളിയെ ഡീപ്പിലേക്ക് കൊണ്ടുപോകുന്ന സ്മിത്ത് അവിടെ വേണമായിരുന്നു. സ്മിത്തിൻ്റെ നമുക്കറിയാം, സ്മിത്ത് T20 പ്ലെയർ അല്ല എന്ന രീതിയിലൊക്കെയുള്ള ചർച്ചകളുണ്ട്. പക്ഷെ ബിഗ് ബാഷിൽ നമ്മൾ കണ്ടത്
എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്മിത്തിനെയാണ്. സ്മിത്ത് മറ്റേ ബാബർ അസമിന് സിംഗിൾ നിശ്ചയിച്ചുകൊണ്ട് ആ ഓവർ മൊത്തം 4 സിക്സൊക്കെ അടിച്ചിട്ടാണ് ആ ഓവറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പം മാത്രമല്ല ബിഗ് ബാഷിൽ സെഞ്ചുറിയൊക്കെ അടിച്ച് മികച്ച ഫോമിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഓസ്ട്രേലിയക്ക് പറ്റിയത് ഈ സ്മിത്തിനെ പോലുള്ളൊരു കളിക്കാരൻ്റെ ഒരു അഭാവം അവിടെ കൃത്യമായിട്ടുണ്ട്. പിന്നെ ഈ അമിത ആത്മവിശ്വാസം, പിന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന മറ്റൊരു പിന്നെ പോസ്റ്റ് എന്നുള്ളത് 2023 ലോകകപ്പ് നേടിയ സമയത്ത് ഈ മിച്ചൽ മാർഷ് കാല് അതിനുശേഷം ലോകകപ്പിന്റെ മുകളിൽ വെച്ചുകൊണ്ടുള്ള കപ്പിന്റെ ക്ഷാമമാണോ എന്ന തരത്തിലുള്ള ഇന്ത്യക്കാർ പരിഭാവനമായിട്ട് കാണുന്ന ഒരു കിരീടം, അതായത് ആ 3 കാലുകളിലെ ഗോളമാണ് തന്റെ ഏറ്റവും വലിയ സ്വപ്നമെന്ന് രോഹിത് ശർമ്മ പറഞ്ഞിട്ടുണ്ട്. അതിന് പുറത്താണ് അവരെ തോൽപ്പിച്ച ശേഷം ആ കാലെടുത്ത് വെക്കുക, അതിനെ ചോദ്യം ചെയ്യുമ്പോൾ ഇതാണ് ഞങ്ങളുടെ രീതിയെന്ന് അതിശയിക്കുന്ന തരത്തിൽ മറുപടി പറയുകയും ചെയ്തു. പക്ഷെ അതിനുശേഷം അത് പക്ഷേ അതിനുശേഷം T20 പിന്നെ അതിനുശേഷം പിന്നെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ അവർ തോറ്റു സൗത്ത് ആഫ്രിക്കയോട്. വിമൻസ് വേൾഡ് കപ്പിൽ ഇന്ത്യക്കെതിരെ സെമിയിൽ ഇതിന്റെ ഒരു ട്രോഫി അല്ല അങ്ങനെയുള്ള പോസ്റ്റുകൾ അല്ല അങ്ങനെ പറയാൻ കഴിയില്ല. വെർഷനിൽ നമ്മൾ കാണുന്നുണ്ടുള്ള പ്രശ്നം മാത്രമാണ് സംഭവം. അതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ അല്ല അതിനുശേഷമാണ് എന്ന തരത്തിലുള്ള അതിന്റെ കാല് അതിന് മേലെ കൂടെ വിത്ത് ബൂട്ടോട് കൂടി അതിന് മേലെ കൂടെ വെക്കുന്നുണ്ട്. അതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുന്ന സാധനമാണ്. അല്ല പക്ഷെ അതിനുശേഷമാണ് ഒരു സംഭവമാണ് ആ കിരീടം എന്ന് പറയുന്നത്. അപ്പോൾ അവർ അവരുടെ മേധാവിത്വം കാണിക്കുന്നു. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കാണേണ്ടതുണ്ട്. അല്ല ഇതിനെ നമ്മൾ ന്യായീകരിക്കുകയല്ല. അതിന് അങ്ങനെയുള്ളൊരു പോസ്റ്റ് ഇപ്പോൾ വൈറലായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതും ഭംഗിന്തരനെ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ സാധ്യതകളൊക്കെ നോക്കുമ്പോൾ ഇന്ത്യയെ പോലെ തന്നെ ആതിഥേയരാണ്, കണ്ടീഷൻസൊക്കെ അറിയാവുന്ന ടീമാണ് ശ്രീലങ്ക എന്നുള്ളത്. അവരുടെ ഒരു പ്രകടനത്തെ നമ്മൾ കുറച്ച് കാണരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം 19 സംഘ കാഴ്ചവെച്ച ഒരു ഇന്നിങ്സ് അത് ഓസ്ട്രേലിയ കീഴടക്കുന്നതിന് വേണ്ടിയിട്ട് കാഴ്ചവെച്ചു. ഓസ്ട്രേലിയ കീഴടക്കുന്നത് എങ്ങനെയാണ്? വെറും 2 വിക്കറ്റുകൾ മാത്രമാണ് അവർക്ക് നഷ്ടമാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതിനു മുമ്പ് സിംബാബ്വെക്കെതിരെയുള്ള മത്സരത്തിലും 2 വിക്കറ്റ് മാത്രമാണ് പോകുന്നത്. അല്ല മൈറ്റി ഓസീസിനോടാകുമ്പോൾ അതിന് കുറച്ചുകൂടി വാല്യൂ വരുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷേ ഈ ലോകകപ്പിൽ നമ്മൾ ഇന്ത്യയുടെ ആങ്കിളിൽ നിന്ന് കൂടി മാത്രം കാണാതെ ഇന്ത്യക്കൊപ്പം തന്നെ നിൽക്കുന്ന ഒരു ഹോസ്റ്റ് കൺട്രിയാണ്, അവരത് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് കൂടി നമ്മൾ കാണാതെ പോകരുത്. ഒരു പക്ഷേ ഒരു ഇന്ത്യ ശ്രീലങ്ക ഫൈനലിലുള്ള സാധ്യതകൾ വേണമെങ്കിൽ നമുക്ക് തുറന്നു കിട്ടാവുന്നൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ദക്ഷിണാഫ്രിക്കയോ ഓസ്ട്രേലിയയോ വെസ്റ്റ് ഇൻഡീസിനെ അല്ല നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ കൂടുതൽ ഭയപ്പെടേണ്ടതെന്ന് തോന്നുന്നു. ഒരുപക്ഷെ ശ്രീലങ്ക ഒരു വെല്ലുവിളിയാകാമെന്നുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയരുത് ഈ ഒരു ഘട്ടത്തിൽ. അതെ, ശ്രീലങ്കയും നല്ല ഫോമിലാണ് കളിക്കുന്നത്. മാത്രമല്ല ശ്രീലങ്കയിൽ കഴിഞ്ഞ ദിവസം സനത് ജയസൂര്യ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. 2 ഇന്ത്യക്കാർ കൂടി ഈ വിജയത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന ആൾക്കാരാണ്, ശ്രീരാമും അതുപോലെ വിക്രം രാത്തോഡ്. എത്രയോ വർഷം നമ്മുടെ ബാറ്റിംഗ് കോച്ചായിരുന്നു. മാത്രമല്ല പഴയ അതെ ഇന്ത്യയുടെ പ്ലെയർ ആയിരുന്നു. 96, 97 കാലത്ത് ഇന്ത്യയുടെ പ്ലെയർ ആയിരുന്നു അദ്ദേഹം. ഒരുപാട് വർഷം ഇന്ത്യയുടെ ബാറ്റിംഗ് കോച്ചായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ശ്രീലങ്കയുടെ ബാറ്റിംഗ് കോച്ചായിട്ട് അദ്ദേഹം നിൽക്കുകയാണ്. അതുപോലെ ശ്രീരാം ഫീൽഡിംഗ് കോച്ചായിട്ട് അദ്ദേഹം നിൽക്കുന്നുണ്ട്. അദ്ദേഹം ഇന്ത്യയുടെയും ഓസ്ട്രേലിയയുടെ ഒക്കെ ഫീൽഡിംഗ് കോച്ചായിട്ട് പിന്നെ സേവനം അനുഷ്ഠിച്ച മനുഷ്യനാണ്. പിന്നെ സനത് ജയസൂര്യ. മൊത്തത്തിൽ നോക്കുമ്പോൾ ശ്രീലങ്ക ഇതിന് ഒരുങ്ങി തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും ശ്രീലങ്കയുടെ സാധ്യതകളെ ശ്രീലങ്ക ഉയർത്തെഴുന്നേൽക്കണം. അതെ, കാരണം നല്ല ലെജൻസുകൾ ഇപ്പോൾ 90 കിഡ്സിനൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇപ്പോൾ സംഘക്കാര ജയവർദ്ധനെ, മലിംഗ പറഞ്ഞ ഒരുപാട് നല്ല പ്ലെയേഴ്സ് അതിനു മുമ്പുള്ള ശ്രീലങ്കയ്ക്ക് പറ്റിയ കാര്യം എന്ന് വെച്ചാൽ ഒരേ സമയത്ത് അവരുടെ ഒരുപാട് ലെജൻസ് ഒരുമിച്ച് കളി ഏതാണ്ട് സമപ്രായക്കാരായിരുന്നു. പകരം താരങ്ങൾ സെക്കൻഡ് ലെയറിനെ അവർ വളർത്തിയിട്ടുണ്ടാകും. പക്ഷെ അവർക്ക് ഇന്റർനാഷണൽ വേണ്ടത്ര എക്സ്പോഷർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ രീതിയിലേക്ക് അവർ മെച്ചപ്പെടാൻ, പക്ഷേ അവർ അവിടെ നിന്ന് സീറോയിൽ നിന്നും തുടങ്ങിയത്. ശരി പറഞ്ഞാൽ ഒരു ഘട്ടത്തിൽ രാജ്യത്ത് ഒരുപാട് അസ്ഥിരാവസ്ഥയും അതുകൊണ്ട് ഒരു ഘട്ടത്തിൽ നമ്മൾ വിചാരിച്ചത് സിംബാബ്വെ പോലെ ആയി പോകും ശ്രീലങ്ക എന്നായിരുന്നു. പക്ഷേ അതല്ല. ഇപ്പോൾ സിംബാബ്വേയും ക്രിക്കറ്റിലേക്കുള്ള മടങ്ങിവരവാണ്, ഗംഭീരമായിട്ടുള്ള മടങ്ങിവരവാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും ഫുട്ബോൾ ഭ്രാന്തന്മാർ ക്രിക്കറ്റ് ഭ്രാന്തന്മാരെ അപമാനിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എത്ര രാജ്യങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ എത്ര രാജ്യങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടെന്ന് അറിയാമോ? 20 ടീമുകളെ ആദ്യമായിട്ട് ഈ T20 ലോകകപ്പിൽ ഉൾപ്പെടുത്തിയപ്പോൾ ഉയർന്ന ഏറ്റവും വലിയ വിമർശനം ഇതിൻ്റെ തിളക്കം കുറഞ്ഞു പോകും, മത്സരം ഏകപക്ഷീയമായി പോകുന്നുള്ളത്. പക്ഷേ മുൻകാലങ്ങളിൽ അതുണ്ടായിരുന്നു. ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു, എലൈറ്റ് ടീമുകൾ, പിന്നെ അടിമകൾ പോലെയുള്ള കുറച്ച് ടീമുകൾ എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറി കോമ്പറ്റീറ്റീവ് ഇമ്പാക്റ്റ് ക്രിക്കറ്റാണ് ഇപ്പോൾ ടീമുകൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഈ ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് വലിയ റോൾ നിർവഹിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം അവർക്ക് 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്നുകിൽ തോക്കുന്നെങ്കിൽ തോറ്റോട്ടെ, അത് മോശമായിട്ടായാലും പ്രശ്നമില്ല. പക്ഷേ പൊരുതുക, ജയിക്കുക എന്നുള്ളതാണ്, അടിക്കുക എന്നുള്ളതാണ് 2 സമീപനം മാത്രമേ ഉള്ളൂ. ആ ഒരു ഇമ്പാക്റ്റോട് കൂടി കളിക്കാർ കളിക്കുമ്പോഴാണ് ഈ ടീമുകൾ തമ്മിലുള്ള ഡിഫറൻസ് അവിടെ ഇല്ലാതായി പോകും. അസോസിയേറ്റ് രാജ്യങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്യാൻ കയറി എന്ന് പറയുന്നത് വലിയ സന്തോഷമാണ്. പ്രത്യേകിച്ച് ക്രിക്കറ്റ് കണ്ടുപിടിച്ച ഇംഗ്ലണ്ടിനെ വിറപ്പിച്ച് അവസാന ഓവർ വരെ വിറപ്പിച്ചാണ് നേപ്പാൾ അന്ന് കീഴടങ്ങുന്നത്. ന്യൂസിലൻഡിനെതിരെ, അതായത് ജക്കറ്റ് ഡഫിയും ജിമ്മി നീഷാമും ഒക്കെ ഉള്ള ന്യൂസിലൻഡിനെതിരെ ഒരു യുവരാജ് സമറാൻ, കാനഡയുടെ താരം 58 പന്തിൽ സെഞ്ചുറി അടിക്കുകയാണ്. അസോസിയേറ്റ് രാജ്യത്തു നിന്നുള്ള ആദ്യത്തെ പ്ലെയറാണ് സെഞ്ചുറി നേടുന്നത്. ലോകകപ്പിൽ സെഞ്ചുറി അടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. 19 വയസ്സും 151 ദിവസമാണ്
യുവരാജ് സമ്രാന്റെ പ്രായം. അല്ല, നമ്മൾ ഈ ഇന്നോസ് ടീം, ചെറിയ ടീമുകളുടെ അവരുടെ തലത്തിൽ, അതായത് അസോസിയേറ്റ് ടൂർണമെൻറ്റുകളുടെ റെക്കോർഡുകൾ പരിശോധിക്കുകയാണെങ്കിൽ മിക്ക താരങ്ങളും അവിടെ ഹൈ ക്വാളിറ്റി പെർഫോമൻസ് ആണ് കാണിച്ചത്. 33 പന്തിലും 32 പന്തിലും സെഞ്ചുറി അടിച്ച താരങ്ങളുണ്ട്. നമീബിയൻ പട്ടികയിൽ തന്നെ അത്തരത്തിൽ ഇന്ത്യയെ വെല്ലുവിളിക്കാൻ പറ്റുന്ന താരങ്ങളായിരുന്നു. ഇനിയിപ്പോൾ ഈ ഇന്ത്യ നാളെ കളിക്കാൻ പോകുന്ന നെതർലാൻഡ്സിൻ്റെ ടീമിൽ എന്ന് പറയുന്നത് 3 പേർ 2000-നടുത്ത് റൺസ് സ്കോർ ചെയ്തിട്ടുള്ള താരങ്ങളാണ്. അതിൽ അവരുടെ ഓപ്പണർ 2400 മുകളിൽ റൺസ് സ്കോർ ചെയ്ത താരമാണ്. പലർക്കും 40-ലേറെ വിക്കറ്റുകളുണ്ട് T20 ക്രിക്കറ്റിൽ എന്ന് പറയുന്നത്. അത്തരത്തിൽ 6 പേരാണ്, അതും ഇന്ത്യയോട് കളിച്ചിട്ടുള്ള 6 പേർ കൂടിയാണ് നാളത്തെ മത്സരത്തിൽ ഇന്ത്യയെ നേരിടാൻ പോകുന്നത്. പിന്നെ ഇവരുടെ ചെറിയ ടീമുകളുടെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത്, ഇവർ എവിടെയാണ് തോൽക്കുന്നതെന്ന് വെച്ചാൽ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇവർക്ക് സമ്മർദ്ദം, ആ സിറ്റുവേഷൻ എങ്ങനെ കൈകാര്യം ചെയ്യാൻ ഇപ്പോൾ 4 റൺസിന് നേപ്പാൾ ഇംഗ്ലണ്ട് തോറ്റത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒറ്റ കാരണമേ ഉള്ളൂ, അവരുടെ പരിചയസമ്പത്തിൻ്റെ അഭാവം മാത്രമാണ്. നേരെ മറിച്ച് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചാണെങ്കിൽ അവർക്കറിയാം ആ സിറ്റുവേഷൻ എങ്ങനെ കൈകാര്യം. അവർക്കൊരു 100 കളിയെങ്കിലും അത്തരത്തിലുള്ള മത്സര പരിചയം ഉണ്ടായിരിക്കും. അതിജീവിച്ചതും തോറ്റതുമായിട്ടുള്ള മത്സര പരിചയം ഉണ്ടാകും. അതാണ് ഈ ലോകകപ്പിനെ സംബന്ധിച്ച് ഈ ടീമുകളെ വേറിട്ട് നിർത്തുന്ന ഏക ഘടകം എന്ന് പറയേണ്ടി വരും. അല്ലാതെ കളി മികവിലോ ബൗളിങ്ങിൻ്റെ പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ടീമുകളുടെ അച്ചടക്കമാണ് ഏറ്റവും പ്രധാനം. ചെറിയ ടീമുകളുടെ അച്ചടക്കം, അവർക്ക് പൊരുതാനുള്ളൊരു ഫുള്ളായിട്ട് കളിയിൽ അർപ്പിക്കുന്ന ഒരു സമീപനമാണ് കളിക്കാരുടേത്. പിന്നെ ഫൈറ്റ് ചെയ്യാനുള്ളൊരു വാശിയുണ്ട്. അതേപോലെ ടീമുകളെ ഇനി നമ്മൾ ഉയർത്തിക്കൊണ്ട് വരികയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ സീരീസുകളൊക്കെ നടക്കുമ്പോൾ, ഇപ്പോൾ ഇന്ത്യ ഇംഗ്ലണ്ടിൽ പോയൊരു സീരീസ് നടക്കുമ്പോൾ യൂറോപ്പിൽ നിന്ന് തന്നെയുള്ള വേറെ ഏതെങ്കിലും ഒരു ടീമിനെ അവിടെ പോയി, ഇപ്പോൾ ഇറ്റലിയെ പോലെയുള്ള ടീമുകൾ എന്ത് നന്നായിട്ടാണ് അവർ കളിക്കുന്നത്, ഇറ്റലിയെ പോലുള്ള ടീമുകൾ ഉൾപ്പെടുത്തി ഒരു ത്രിരാഷ്ട്ര ടൂർണമെന്റ് എന്നുള്ള രീതിയിൽ അങ്ങനെ നടത്തുക. അത് മുമ്പുണ്ടായിട്ടുണ്ട്. പിന്നെ കുറച്ച് പറയുന്നത് മലേഷ്യയൊക്കെ പങ്കെടുക്കുന്ന, അതായത് അസോസിയേറ്റ് രാജ്യങ്ങളെ കൂടുതൽ പരിഗണിക്കുക എന്നുള്ള. അപ്പോൾ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൊരു ഗ്രൂപ്പുകളിൽ വന്നൊരു ചർച്ചയിൽ ശ്രദ്ധയിൽപ്പെട്ട സംഭവമായിരുന്നു. IPL ഇത്തരത്തിൽ അസോസിയേറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പരിഗണന കൊടുക്കണം എന്നുള്ള. അപ്പോൾ നമുക്കറിയാം 4 ഫോറിൻ പ്ലേയേഴ്സാണ് ഇപ്പോൾ IPL കളിക്കുന്നത്. അത് 5 അഞ്ചാക്കുന്നതിൽ 1 അസോസിയേറ്റ് രാജ്യത്തിൽ നിന്നുള്ള ഒരു താരത്തിന് കൊടുക്കുക. അത് 1 IPL ഇനിയിപ്പോൾ വേറെ പ്രചാരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നിരുന്നാൽ പോലും മറ്റു രാജ്യങ്ങളിലൊക്കെ വലിയ രീതിയിൽ ഇതിപ്പോൾ നേപ്പാളിൽ നിന്നൊരു താരം ഇവിടെ വന്ന് കളിക്കുമ്പോൾ ആ രാജ്യത്ത് ഭയങ്കര, അവിടുത്തെ ഒരു ക്രേസി ഫാൻസിനൊക്കെ നമുക്ക് വളരെ നന്നായിട്ട് അറിയാം. അപ്പോൾ കുറേ കൂടി ഒരു എക്സ്പോഷറും മറ്റു സാധനങ്ങളൊക്കെ കിട്ടും. മാത്രമല്ല ആ രാജ്യത്ത് ഇത്തരത്തിലുള്ള കൂടുതൽ താരങ്ങൾക്ക് ഉയർന്നു വരാൻ, കൂടുതൽ താരങ്ങൾക്ക് പ്രചോദനം നൽകാനൊക്കെ ഇത് വലിയ രീതിയിൽ ഗുണം. അല്ല, അതിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ഈ ടൂർണമെൻറ്റിലേക്ക് കൂടുതൽ ടീമുകൾ ഉൾപ്പെടുത്തുമ്പോൾ, അത് ഫുട്ബോൾ ആയിക്കോട്ടെ ക്രിക്കറ്റ് ആയിക്കോട്ടെ, ചെറിയ ടീമുകൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുമ്പോൾ ഉയരുന്ന ഏറ്റവും വലിയ വിമർശനം എന്ന് പറയുന്നത് കളിയുടെ ഭംഗി കുറയ്ക്കുക, ആവേശം കുറയ്ക്കുക എന്നൊക്കെയുള്ളതാണ്. പക്ഷേ അതല്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. അതല്ല ഈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിലടക്കം ചെറിയ ടീമുകളുടെ മത്സരത്തിന് വന്ന, ഇന്ത്യയുടെ മത്സരം പോലും അല്ല, എന്നിട്ട് പോലും ആ ഗ്യാലറിയിൽ വന്ന കാണികളുടെ എണ്ണം നൽകുന്നൊരു സൂചന എന്ന് പറയുന്നത് പുതിയൊരു ആവേശത്തിൻ്റെതാണ്. അതായത് പുതിയ ടീമുകൾ അവർ ഉൾക്കൊള്ളാൻ തുടങ്ങിയിരിക്കുന്നു. ആ കാണികളുടെ ഇതിനനുസരിച്ച്, ആ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പെർഫോം ചെയ്യാൻ ഈ പറയുന്ന അസോസിയേറ്റ് ടീമുകൾക്ക് കഴിയുന്നു എന്നതുകൂടിയാണ് ഈ ലോകകപ്പിൻ്റെ ഒരു വിജയം. അത് ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ലോകകപ്പിൻ്റെ വിജയം എന്ന് പറയുന്നതും കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഈ ക്രിക്കറ്റ് എത്തിച്ചു എന്നുള്ളത് തന്നെയായിരിക്കും. അതും ക്വാളിറ്റി ക്രിക്കറ്റ് എത്തിച്ചു എന്നുള്ളതാണ്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ലാൻഡ്മാർക്കായിട്ടുള്ള ടൂർണമെൻറ്റാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. മാത്രമല്ല ഈ ഫോർമാറ്റും ഇങ്ങനെയുള്ള കുഞ്ഞൻ രാജ്യങ്ങളെന്ന് നമ്മൾ പറയുന്ന ടീമുകളുടെ പെർഫോമൻസിനെ ഈ ഫോർമാറ്റും ഒരുവിധം സ്വാധീനിക്കുന്നുണ്ട്, ഒരുവിധം അവർക്ക് അനുകൂല ഘടകമായിട്ട് വരുന്നുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ നെതർലാൻഡ്സിൽ പിന്നെ പരിചയസമ്പന്നരായ കുറച്ച് പേർ ഉണ്ട് എന്നുള്ളത് നേരത്തെ അനൂപ് ഷൺമുഖം സൂചിപ്പിച്ചു. തീർച്ചയായും ഇന്ത്യക്ക് ഒരിക്കലും ഈ ഒരു മത്സരത്തെ വളരെ ലാഘവത്തോടെ എടുക്കാൻ കഴിയില്ല. ഈ മത്സരം വിജയിച്ചിട്ടുണ്ടെങ്കിലും അതൊരു ലാഘവത്തോടെ എടുക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പറഞ്ഞു വരുന്നത്. കാരണം ഈ ലോകകപ്പിൽ ഒരുപാട് മികച്ച പെർഫോമൻസുകൾ കണ്ടു. വലിപ്പ ചെറുപ്പമില്ലാതെ അല്ലെങ്കിൽ പരിചയസമ്പന്നതക്കൊന്നും അതിൻ്റെ സ്വാധീനമൊന്നും ഇല്ലാതെ ഏറ്റവും മികച്ച രാജ്യങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ഈ ഒരു ലോകകപ്പ് കൂടിയാണ്. അപ്പോൾ ഇന്ത്യ വേഴ്സസ് നെതർലാൻഡ് മത്സരത്തിൽ ആര് ജയിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. അതിനൊപ്പം തന്നെ ഓസ്ട്രേലിയ അവരുടെ ഒരു അപജയം ഈ ലോകകപ്പിലെ അവരുടെ ഈ ഒരു പെട്ടെന്നുള്ള ഈ മടങ്ങിപ്പോക്കും ക്രിക്കറ്റ് പ്രേമികൾക്കിടയിൽ ഒരു ചർച്ചയാണ്. തീർച്ചയായും ടാക്ടിക്സ് ഇവിടെ അവസാനിക്കുന്നു.